I've now been in politics since 2004. 2004 മുതൽ ഞാനിപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And I can say that I don't have a huge experience, but I do have a certain amount of experience in politics in India. എനിക്ക് പറയാൻ സാധിക്കും, എനിക്ക് വളരെ വിശാലമായ ഒരു അനുഭവ സമ്പത്തില്ല, പക്ഷേ കൃത്യമായ ഒരു അനുഭവം ഈ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും. So I would like to tell you a little bit about my experience in politics. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രാഷ്ട്രീയത്തിൽ എൻ്റെ അനുഭവത്തെക്കുറിച്ച് കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. When I first started, I used to see many different type of politicians around me. Some who had very, very smart ideas, others who spoke really well, could come to a function like this and talk in a way which really convinced people. രാഷ്ട്രീയത്തിൽ ഞാൻ പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുണ്ട്. ചിലർക്ക് വളരെ മികച്ചതായ ആശയങ്ങളുണ്ട്, മറ്റു ചിലർ വളരെ മികവോടുകൂടി സംസാരിക്കും. ഉദാഹരണത്തിന് ഇതുപോലെയുള്ള യോഗങ്ങളിൽ വന്നിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നന്നായി സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും നേതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. Some people would think very deeply about issues. If you ask them about an issue, they could almost give you a PhD. നിങ്ങൾക്ക് കൃത്യമായിട്ട് മറ്റു ചില ആളുകൾ ചില പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കും. അവരോട് നിങ്ങൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. And each politician is some balance of speaking ability, thinking ability. എല്ലാ രാഷ്ട്രീയക്കാരും, ഓരോ രാഷ്ട്രീയ നേതാവും എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവിൻ്റെ, ചിന്തിക്കാനുള്ള കഴിവിൻ്റെ ഇടയിലുള്ള ഒരു സമതുലിതാവസ്ഥയിലാണ് ഓരോ രാഷ്ട്രീയക്കാരും നിൽക്കുന്നത്. And when you read the newspapers or you judge a politician, mostly you will say, oh, he is an expert on this field, or he speaks really well. നിങ്ങളിപ്പോൾ രാഷ്ട്രീയക്കാരെ കുറിച്ച് പത്രത്തിൽ വായിക്കുമ്പോൾ അല്ലെ അവരെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ പറയും, ഓ, ഈ രാഷ്ട്രീയക്കാരൻ വളരെ നന്നായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ആ വിഷയത്തിൽ ഒരു വിദഗ്ധനാണ്, അല്ലെങ്കിൽ വളരെ നന്നായി സംസാരിക്കുന്നു, നിങ്ങൾ അവരെ കുറിച്ച് പറയാറുണ്ട്. But after some time in politics, I discovered that people are not really interested in how well a politician speaks or how well he thinks about something. കുറച്ചു കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ശേഷം എനിക്ക് മനസ്സിലായി, ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല എത്രമാത്രം നന്നായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് എത്രമാത്രം നന്നായി പറയുന്നു എന്നതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടെത്തി. Because before you speak and before you think about something, you have to feel about that thing. കാരണം ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ്, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് അതെന്താണെന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ഫീൽ ചെയ്യണം, അനുഭവിക്കണം. And I discovered that what people actually want from a politician is his ability to feel for them. ഞാൻ കണ്ടെത്തിയത്, ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവർക്ക് ആ രാഷ്ട്രീയക്കാരന് അവർ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ, മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. And often this is not so obvious. പക്ഷേ ഇത് പലപ്പോഴും പ്രകടമല്ല. Somebody is only thinking and feeling about himself, his future, he can give a good speech. ഉദാഹരണത്തിന് ഒരാള്, ആ വ്യക്തി സ്വയം തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, തൻ്റെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, ആ വ്യക്തിക്ക് നല്ലൊരു പ്രസംഗം നൽകാൻ സാധിക്കും. Somebody is thinking deeply about some subject because he wants to impress people, he can impress people. ആളുകളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഒരു വ്യക്തിക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, ഒരു വിഷയത്തെക്കുറിച്ച് വളരെ നന്നായി സംസാരിക്കാൻ സാധിക്കും. But feelings are something that comes from inside. പക്ഷേ വികാരങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. It's an act of humility. വികാരങ്ങൾ എന്ന് പറയുന്നത് വിനയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ്. So when you see a farmer, do you see a farmer or do you see a human being?
ഉദാഹരണത്തിന് നിങ്ങളൊരു കർഷകനെ കാണുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു കർഷകനെയാണോ അതോ അവിടെ ഒരു മനുഷ്യനെയാണോ നിങ്ങൾ കാണുന്നത്? Do you feel the fear that he is feeling because it might not rain? മഴ പെയ്യുന്നില്ല എന്നോർത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, ആ കർഷകന്റെ ഉള്ളിൽ തോന്നുന്ന ഭയം നിങ്ങൾക്ക് അനുഭവിക്കാൻ, നിങ്ങൾക്കത് തോന്നാൻ സാധിക്കുന്നുണ്ടോ? Do you feel how he feels about his children when he goes to sleep? അദ്ദേഹം ഉറങ്ങാൻ പോകുമ്പോൾ, ആ കർഷകൻ ഉറങ്ങാൻ പോകുമ്പോൾ തൻ്റെ കുട്ടികളെക്കുറിച്ച് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നാൻ കഴിയുന്നുണ്ടോ? In Wayanad, there's a lot of man-animal conflict. വയനാട്ടിൽ മനുഷ്യ വന്യജീവി സംഘർഷം ധാരാളമായിട്ടുണ്ട്. And people get killed by tigers, by elephants. കടുവകളും ആനകളും ഒക്കെ, കാട്ടാനകളും ആനകളും ഒരുപാട് മനുഷ്യരെ അവിടെ കൊല്ലുന്നുണ്ട്. You can go there and say, yes, we are going to fight man-animal conflict. അവിടെ പോയി, വയനാട്ടിൽ പോയി നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞങ്ങൾ ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷത്തിനെതിരെ ഞങ്ങൾ പൊരുതാൻ പോവുകയാണെന്ന് പറയാൻ സാധിക്കും. And you can give a speech about some smart idea about how you're going to do it. നിങ്ങൾക്ക് അത് മാത്രമല്ല, അവിടെ പോയി ഞാൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നതിനെ എന്നെക്കുറിച്ച് വളരെ മികച്ച ഒരു പ്രസംഗം അവിടെ നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. Or you can go to Wayanad and you can feel what the children of the man who died felt. പക്ഷെ അതിന് പകരം അതേസമയം നിങ്ങൾക്ക് വയനാട്ടിൽ പോയി അവിടെ പോയി ആ കൊല്ലപ്പെട്ട മനുഷ്യരുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്കത് അനുഭവിക്കാനും സാധിക്കും. You can feel the fear that the person must have felt when the tiger suddenly came in front of him. ആ കടുവ പെട്ടെന്ന് തൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നിയ ഭയം നിങ്ങൾക്ക് അവിടെ പോയി അത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ച് നോക്കാൻ, അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കും. You can feel that when the tiger was killing him, he was thinking, who's going to look after my children? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, ആ കടുവ ആ മനുഷ്യനെ കൊന്നപ്പോൾ ആ മനുഷ്യൻ ആലോചിക്കുകയായിരുന്നിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ ആരാണ് നോക്കാൻ പോകുന്നത്, അവരെ ആര് സംരക്ഷിക്കുമെന്നായിരിക്കും ആ മനുഷ്യൻ ഉള്ളിൽ പേടിച്ചിട്ടുണ്ടാവുക. So, true politics is not about what you say or what you think. It is about your ability to feel what people are feeling. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ ചിന്തിക്കുന്നതുമല്ല, അതിലുപരിയായി മനുഷ്യരുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്, അവരുടെ വികാരങ്ങൾ എന്താണെന്ന് സ്വയം അനുഭവിക്കാനുള്ള നിങ്ങളുടെ കഴിവിലൂടെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. And if you want to feel what other people are feeling, you have to curtail your greed, your anger, your own fear. മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്, അവർ അനുഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ അത്യാഗ്രഹം, നിങ്ങളുടെ ദേഷ്യം, ഇതൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിച്ചാൽ മാത്രമേ അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. If you want to feel what a farmer is feeling, you have to kill your ambition. You have to kill what you think he can give you. ഒരു കർഷകൻ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അത് അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അത്യുന്നതിക്കുള്ള ഉത്കർഷേച്ഛയെ നിങ്ങൾ ഇല്ലാതാക്കി നിങ്ങൾക്ക് ആ മനുഷ്യനെ പറ്റി ചിന്തിക്കാൻ സാധിക്കണം. So now with little bit of experience, whenever a politician comes to me, young Congress politicians come to me, I listen to what they say, I listen to how well they say it, but I'm looking actually about whether they feel for other human beings. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് എൻ്റെ അടുത്ത് ചെറുപ്പക്കാരായ കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കും. പക്ഷേ കേൾക്കുന്നതിനപ്പുറം അവർ മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വികാരങ്ങളോ ചിന്തയോ ഉണ്ടോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. And it's very easy to see. അത് കാണാൻ വളരെ എളുപ്പമാണ്. Somebody is giving you a long lecture on economic theory. ചിലർ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വലിയ പ്രഭാഷണങ്ങൾ നിങ്ങളോട് നടത്തും. And you're sitting at a restaurant having lunch with him. നിങ്ങൾ ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ കുറിച്ച് അദ്ദേഹം വലിയ പ്രഭാഷണം നടത്തുന്നത്. And the waiter serves him. ആ സമയത്ത് ഹോട്ടലിലെ വെയിറ്റർ വന്നിട്ട് ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്ന സമയമാണ്. And he's rude to the waiter. I understand everything I have to understand. പക്ഷേ ഈ സാമ്പത്തിക പ്രഭാഷണത്തെക്കുറിച്ച്, സാമ്പത്തിക സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആള് ഈ വെയിറ്ററിനോട് മര്യാദയോടെ അല്ല പെരുമാറുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം കൃത്യമായി മനസ്സിലാകും. So you must be thinking, why have I come here and why am I talking to you about politics and feeling? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് നിങ്ങളോട് രാഷ്ട്രീയത്തെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും ഫീലിങ്സിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. Because
in my 21 years of political life, one of the masters of politics of feeling was Oommen Chandy ji. കാരണം എൻ്റെ 21 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ മനുഷ്യന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇത്രയധികം അഗ്രഗണ്യനായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിജി തന്നെയായിരുന്നു. I literally saw him. And maybe a lot of people in Kerala will not understand this because they did not see him from inside. I literally saw him kill himself for the people of Kerala. കാരണം ഒരുപക്ഷെ കേരളത്തിലെ പകുതി ആളുകൾ അത് അകത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാക്കിയതെന്ന് അകത്ത് നിന്ന് കണ്ട ആളാണ് ഞാൻ. And I remember when I came on, I think it was the Bharat Jodo Yatra, and everybody had said, the doctors had told me, everybody had said Oommen Chandy cannot walk in the yatra. ഞാൻ ഓർക്കുകയാണ് ഭാരത് ജോഡോയുടെ സമയത്ത്, ഭാരത് ജോഡോ യാത്ര സമയത്ത് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഡോക്ടേഴ്സും പറഞ്ഞു, ഉമ്മൻചാണ്ടിജിക്ക് ഭാരത് ജോഡോ യാത്രയുടെ കൂടെ നടക്കാൻ അദ്ദേഹം നടക്കരുതെന്ന് തന്നെ പറഞ്ഞു. And I went to tell him, I said, listen, you cannot walk. ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, ശ്രദ്ധിക്ക്, താങ്കൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല, നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. And he refused. പക്ഷെ അദ്ദേഹം അത് കേട്ടില്ല. He said, I am going to walk. അദ്ദേഹം പറഞ്ഞു, ഞാൻ നടക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. And then I had to force him only to walk a limited amount. അന്നേരം ആ സമയത്ത് എനിക്ക് അദ്ദേഹത്തെ നിർബന്ധിക്കേണ്ടി വന്നു, കുറച്ചു ദൂരം മാത്രം നടന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എനിക്ക് നിർബന്ധിക്കേണ്ടി വന്നു. And you will not believe it, we had to literally forcibly take him into the car. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, അദ്ദേഹത്തെ നിർബന്ധിച്ചാണ് തിരിച്ച് അദ്ദേഹത്തെ ഞങ്ങൾ കാറിലേക്ക് കയറ്റിയത്. This does not happen because you speak well or because you think well. This only happens when you feel for the people who you are working with. ഇത് നിങ്ങൾ നന്നായി സംസാരിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇത് നിങ്ങൾ നന്നായി ചിന്തിച്ചാൽ ഇത് സംഭവിക്കുന്ന കാര്യമല്ല. ഇത് സംഭവിക്കുന്നത് നിങ്ങൾ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു, ആ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉള്ളപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണിത്. And for me, Oommen Chandy ji is not just a individual. He's an expression of Kerala politics. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഉമ്മൻചാണ്ടിജി എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. And Kerala, now I've seen the politics of Kerala. Kerala has a tradition of this type of person. ഇപ്പോ ഞാൻ കേരളത്തിന്റെ രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട്. കേരളത്തിന് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു പാരമ്പര്യം തന്നെയുണ്ട്. And my aspiration is to develop more and more people like Mr. Oommen Chandy. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിജിയെ പോലെയുള്ള ഒരുപാട് ആളുകളെ വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് എൻ്റെ ആഗ്രഹം. Also, I came into contact with Oommen Chandy ji early on in my career. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉമ്മൻചാണ്ടിജിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായി. And I must say, I learned a lot from him. ഞാൻ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞേ പറ്റൂ, അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. His son called me and said, please come for the function. I immediately, before I even answered him, in my mind it came that it would be an honor for me to go to the function of my youth. എന്നെ അദ്ദേഹത്തിന്റെ മക്കളെ വിളിച്ച് ഈ പരിപാടിക്ക് വരണം എന്നോട് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ചിന്ത ഇതായിരുന്നു, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, അവിടെ പോകുന്നത് എനിക്ക് വലിയൊരു ആദരവായിരിക്കും എന്നാണ് ഞാൻ അപ്പോൾ തന്നെ ചിന്തിച്ചത്. And I look forward to many young people in Kerala to follow his footsteps and behave in the tradition of the politics of Kerala. ഉമ്മൻചാണ്ടിജിയെ പോലെ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്ന, ആ രാഷ്ട്രീയം പിന്തുടരുന്ന ഒരുപാട് യുവജനങ്ങൾ, യുവരാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഞാൻ ഉറ്റുനോക്കുകയാണ്. And of course, coming here, I must say that I am missing Mr. Chandy, who would normally be sitting over there on the stage.
ഞാൻ നിങ്ങളോട് ഇവിടെ വരുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു, സാധാരണ ഇതുപോലെയുള്ള വേദികളിൽ ഈ സ്റ്റേജിലുണ്ടായിരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ അഭാവം ഞാൻ അറിയുകയാണ്. അദ്ദേഹത്തെ ഞാൻ മിസ് ചെയ്യുകയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വളരെയധികം നന്ദി.